ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ഏതൊരു നീക്കത്തിനും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനെ ലക്ഷ്യമിട്ട് ആക്രമണമുണ്ടായാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഔദ്യോഗിക ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലുമായുള്ള മുൻ 12 ദിവസത്തെ യുദ്ധസമയത്തേക്കാൾ ആയുധശേഷിയിലും സൈനിക ശേഷിയിലും ഇറാൻ ഇപ്പോൾ കൂടുതൽ ശക്തമാണെന്നും പെസൻഷ്കിയാൻ അവകാശപ്പെട്ടു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടർന്നും ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടെന്നും അതിനെ നേരിടാൻ രാജ്യം പൂർണ്ണമായും സജ്ജമാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഇറാന്റെ സൈനിക ബലം വർദ്ധിച്ചുവെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന ഭാവിയിലെ ഏത് ഭീഷണികളെയും നേരിടാൻ രാജ്യം സജ്ജമാണെന്ന സൂചന നൽകുന്നു. രാജ്യത്ത് ലിംഗപരമോ മതപരമോ വംശീയപരമോ വിശ്വാസപരമോ ആയ ഒരു വിവേചനവും നിലവിലില്ലെന്ന് പെസൻഷ്കിയാൻ ഊന്നിപ്പറഞ്ഞു. രാജ്യത്തിനകത്ത് ഭിന്നത ഉണ്ടാകാൻ ശത്രുക്കൾ കാത്തിരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇസ്രായേൽ അടക്കമുള്ളവർ നേരത്തെ ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ ഈ പ്രസ്താവന ശ്രദ്ധേയമാണ്. ഉപരോധങ്ങൾ കാരണം രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ചും പെസൻഷ്കിയാൻ പരാമർശിച്ചു. ബാരലിന് $75 വിറ്റിരുന്ന എണ്ണ ഇപ്പോൾ $50 വിൽക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എന്നിരുന്നാലും പുതുവർഷത്തിൽ $2.5 ബില്യൺ സബ്സിഡിയായി നൽകുമെന്നും പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഈ മുന്നറിയിപ്പുകളും പ്രഖ്യാപനങ്ങളും ഇറാന്റെ പുതിയ നേതൃത്വം ആഭ്യന്തരമായും അന്തർദേശീയമായും ശക്തമായ നിലപാടുകളുമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുന്നതിന്റെ സൂചന നൽകുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടർന്നും ആക്രമിക്കാനുള്ള സാധ്യത ഇറാൻ മുന്നിൽ കാണുന്നുണ്ടെന്നത് വ്യക്തമാണ്. ഔദ്യോഗിക ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ആക്രമിച്ചാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇസ്രായേലുമായി 12 ദിവസം നീണ്ടുനിന്ന യുദ്ധസമയത്തേക്കാൾ ശക്തമായ നിലയിലാണ് ഇറാൻ ഇപ്പോഴെന്ന് പ്രസിഡന്റ് പറയുന്നതും വെറുതെയല്ല. ആയുധങ്ങളുടെയും സേനാബലത്തിന്റെയും കാര്യത്തിൽ മുൻപത്തേക്കാൾ ശക്തമാണെന്നാണ് മുന്നറിയിപ്പ്. രാജ്യത്തിനകത്ത് എന്തെങ്കിലും സംഭവിച്ചു കാണാൻ ശത്രുക്കൾ കാത്തിരിപ്പുണ്ടെന്നും ഒരുമിച്ച് നിൽക്കണമെന്നും അഭിമുഖത്തിൽ ഇറാൻ പ്രസിഡന്റ് പറയുന്നുണ്ട്. രാജ്യത്ത് ലിംഗപരമോ മതവംശീയ വിശ്വാസപരമോ ആയ ഒരു വിവേചനവും ഇല്ലെന്ന് മസൂദ് പെസൻഷ്കിയാൻ പറഞ്ഞതും ശ്രദ്ധേയമാണ്. ഇസ്രായേൽ ഉൾപ്പെടെ നേരത്തെ ഇത് വിഷയമാക്കി ഉയർത്തിയിരുന്നു. ഉപരോധങ്ങൾ കാരണം നേരിടുന്ന പ്രതിസന്ധികളും ഇറാൻ പ്രസിഡന്റ് വിവരിച്ചു. ബാരലിന് $75 വിറ്റിരുന്ന എണ്ണ ഇപ്പോൾ $50 വിൽക്കുന്നത്. എങ്കിലും പുതുവർഷത്തിൽ $2.5 ബില്യൺ സബ്സിഡിയായി നൽകുമെന്ന് മസൂദ് പെസൻഷ്കിയാൻ പ്രഖ്യാപിച്ചു.